നമസ്കാരം. PSC പരിശീലനത്തിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിൽ PSC ആവർത്തിക്കുന്ന 25 ചോദ്യങ്ങളുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ആദ്യത്തെ ചോദ്യം, കൽക്കത്ത നഗരത്തിൻ്റെ ശില്പി A. നെക്ചന്ദ്, B. ഫ്രാൻസിസ് ഡേ, C. ജോബ് ചർണോക്ക്, D. ഇവരാരുമല്ല. ഉത്തരം C. ജോബ് ചർണോക്ക്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല A. ഇടുക്കി, B. കോട്ടയം, C. പത്തനംതിട്ട, D. ആലപ്പുഴ. ഉത്തരം D. ആലപ്പുഴ. മൂന്നാമത്തെ ചോദ്യം, കർഷകരുടെ കുരിശു യുദ്ധം എന്നറിയപ്പെടുന്നത് A. ഒന്നാം കുരിശു യുദ്ധം, B. രണ്ടാം കുരിശു യുദ്ധം, C. മൂന്നാം കുരിശു യുദ്ധം, D. ഇവയൊന്നുമല്ല. ഉത്തരം A. ഒന്നാം കുരിശു യുദ്ധം. നാലാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ A. G.P. പിള്ള, B. ശ്രീനാരായണ ഗുരു, C. K. കേളപ്പൻ, D. K.P. കേശവ മേനോൻ. ഉത്തരം D. K.P. കേശവ മേനോൻ. അഞ്ചാമത്തെ ചോദ്യം, സിംഹഹൃദയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ബ്രിട്ടീഷ് രാജാവ് A. റിച്ചാർഡ് ഒന്നാമൻ, B. റിച്ചാർഡ് രണ്ടാമൻ, C. റിച്ചാർഡ് മൂന്നാമൻ, D. റിച്ചാർഡ് നാലാമൻ. ഉത്തരം A. റിച്ചാർഡ് ഒന്നാമൻ. ആറാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം A. ആറ്റിങ്ങൽ കലാപം, B. അഞ്ചുതെങ്ങ് കലാപം, C. കുറിച്യർ കലാപം, D. പഴശ്ശി കലാപം. ഉത്തരം B. അഞ്ചുതെങ്ങ് കലാപം. ഏഴാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം A. ആറ്റിങ്ങൽ കലാപം, B. അഞ്ചുതെങ്ങ് കലാപം, C. കുറിച്യ കലാപം, D. പഴശ്ശി കലാപം. ഉത്തരം A. ആറ്റിങ്ങൽ കലാപം. എട്ടാമത്തെ ചോദ്യം, ആദ്യ കേരള നിയമസഭ നിലവിൽ വന്ന വർഷം A. 1957 ഏപ്രിൽ 7, B. 1959 ഏപ്രിൽ 5, C. 1957 ഏപ്രിൽ 1, D. 1959 ഏപ്രിൽ 1. ഉത്തരം B. 1959 ഏപ്രിൽ 5. ഒൻപതാമത്തെ ചോദ്യം, 1976 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രദേശം A. ഗാന്ധിനഗർ, B. ലോത്തൽ, C. അഹമ്മദാബാദ്, D. സൂറത്ത്. ഉത്തരം C. അഹമ്മദാബാദ്. പത്താമത്തെ ചോദ്യം, ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ കവിതാ സമാഹാരമാണ് A. രവീന്ദ്രനാഥ ടാഗോർ, B. അബ്ദുൽ കലാം ആസാദ്, C. J.C. ബോസ്, D. സരോജിനി നായിഡു. ഉത്തരം D. സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി A. രവീന്ദ്രനാഥ ടാഗോർ, B. അബ്ദുൽ കലാം ആസാദ്, C. J.C. ബോസ്, D. സരോജിനി നായിഡു. ഉത്തരം B. അബ്ദുൽ കലാം ആസാദ്. 12ാമത്തെ ചോദ്യം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം A. ചെമ്മണ്ണ്, B. ചെങ്കൽ മണ്ണ്, C. പീറ്റ് മണ്ണ്, D. കരിമണ്ണ്. ഉത്തരം A. ചെമ്മണ്ണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളതാർക്ക് A. സുപ്രീം കോടതി, B. പ്രസിഡന്റ്, C. പാർലമെൻറ്റ്, D. കേന്ദ്ര ഗവൺമെൻറ്. ഉത്തരം D. കേന്ദ്ര ഗവൺമെൻറ്. 14ാമത്തെ ചോദ്യം, അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി A. ഗാന്ധിജി, B. സരോജിനി നായിഡു, C. തേജ് ബഹാദൂർ സപ്രു, D. മദൻ മോഹൻ മാളവ്യ. ഉത്തരം C. തേജ് ബഹാദൂർ സപ്രു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് A. 42, B. 3, C. 1, D. ഇവയൊന്നുമല്ല. ഉത്തരം C. 1. 16ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ആകെ വിസ്തീർണം A. 38,521, B. 38,625, C. 38,863, D. 29,564. ഉത്തരം C. 38,863. 17ാമത്തെ ചോദ്യം, ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ A. 1.18%, B. 2.42%, C. 1.52%, D. 3.1%. ഉത്തരം B. 2.42%.
18ാമത്തെ ചോദ്യം, 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിന് ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ഈ യന്ത്രം? എ. കാറ്റാടിയന്ത്രം, ബി. ന്യൂ കാമൻ്റെ ആവിയന്ത്രം, സി. ആവിയന്ത്രം, ഡി. ബുൾട്ടർ വാട്ട് യന്ത്രം. ഉത്തരം സി. ആവിയന്ത്രം. 19ാമത്തെ ചോദ്യം, ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോർഗാച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. എ. സിന്ധു, ബി. ഗംഗ, സി. സത്ലജ്, ഡി. ബ്രഹ്മപുത്ര. ഉത്തരം ഡി. ബ്രഹ്മപുത്ര. 20ാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ സ്മാർട്ട് ഫോൺ. എ. ഡോട്ട് ബുക്ക്, ബി. ഈസി ഫോൺ സ്റ്റാർ, സി. മന്ത്ര, ഡി. ഡാൽ ബാർബോ. ഉത്തരം ബി. ഈസി ഫോൺ സ്റ്റാർ. 21ാമത്തെ ചോദ്യം, മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ്? എ. അറ്റ്ലാന്റിക്, ബി. ഇന്ത്യൻ, സി. പസഫിക്, ഡി. ആർട്ടിക്. ഉത്തരം സി. പസഫിക്. 22ാമത്തെ ചോദ്യം, സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. പാൽ, ബി. പയർവർഗ്ഗങ്ങൾ, സി. മത്സ്യം, ഡി. മുട്ട. ഉത്തരം ഡി. മുട്ട. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് എ. കുമാരനാശാൻ, ബി. ഉള്ളൂർ, സി. പ്രേംചന്ദ്, ഡി. ടാഗോർ. ഉത്തരം ഡി. ടാഗോർ. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം എ. കറുപ്പ്, ബി. നീല, സി. മഞ്ഞ, ഡി. ചുവപ്പ്. ഉത്തരം സി. മഞ്ഞ. അവസാനത്തെ ചോദ്യം, കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ് എ. ഗ്രാനൈറ്റ്, ബി. മാർബിൾ, സി. ബസാൾട്ട്, ഡി. ചുണ്ണാമ്പ് കല്ല്. ഉത്തരം ബി. മാർബിൾ. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.